ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. എന്നാൽ ആ വിശേഷണത്തിലേക്ക് ഇന്ത്യ യാദൃശ്ചികമായോ വളരെ പെട്ടെന്നോ എത്തിയതല്ല. ഇന്നത്തെ ഇന്ത്യയായി മാറാൻ ഈ രാജ്യം ഒരുപാട് അനുഭവിക്കുകയും സഹിക്കുകയും പോരാടുകയും ചെയ്തിട്ടുണ്ട്. രാജഭരണം, മുഗൾ ഭരണം, ബ്രിട്ടീഷ് ഭരണം എന്നിവയെല്ലാം അവസാനിപ്പിച്ചാണ് ഇന്ത്യ ജനാധിപത്യത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത്. 90 വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം ഇന്ത്യക്ക് ഒടുവിൽ സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 ഓഗസ്റ്റ് 15-നാണ്. പരമാധികാരം, ജനാധിപത്യം, റിപ്പബ്ലിക്, മതേതരത്വം, നാനാത്വത്തിൽ ഏകത്വം എന്നീ മൂല്യങ്ങളിലാണ് ഇന്ത്യ അടിയുറച്ചു നിൽക്കുന്നത്. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമായതിന്റെ 78-ാം വാർഷികമാണ് ഇന്ന്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ചരിത്രം തന്നെയാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. ഒരു നൂറ്റാണ്ടിലേറെ നീണ്ടുനിന്ന ഒരു നീണ്ട യാത്രയായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം. 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വെറും വ്യാപാരികളായാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി ഇന്ത്യയിലെത്തുന്നത്. എന്നാൽ കച്ചവടത്തിന് വന്നവർ പിന്നീട് നാടും ഭരണവും പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ത്യയുടെ വിഭവങ്ങൾ കൈവശപ്പെടുത്തി രാജ്യത്തെ കോളനിവൽക്കരിച്ചു. തുടർന്ന് 19-ാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. വർഷങ്ങളുടെ അടിച്ചമർത്തൽ, അടിമത്തം, ദുരുപയോഗം എന്നിവയ്ക്ക് ശേഷം സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരെ ഉയർന്നു വന്ന ദേശീയ ബോധവും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ദാഹവും ഇന്ത്യക്കാരിൽ ഉടലെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് അങ്ങനെയാണ്. ആദ്യം രാഷ്ട്രീയ സംഭാഷണത്തിനുള്ള ഒരു വേദിയായിരുന്നു INC എങ്കിൽ പിന്നീട് ബ്രിട്ടീഷുകാർക്കെതിരെയും സ്വാതന്ത്ര്യത്തിനും സ്വരാജിനും വേണ്ടിയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിന്റെ നേതൃത്വമായി സംഘടന മാറി. എങ്കിലും മഹാത്മാഗാന്ധിയുടെ വരവാണ് പ്രസ്ഥാനത്തിന് ഊർജം നൽകുന്നത്. അഹിംസാത്മക പ്രതിരോധം അഥവാ സത്യാഗ്രഹം എന്ന ആശയങ്ങൾ അറിയപ്പെട്ടത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. സമാധാനപരമായ പ്രതിഷേധം എന്ന ആശയത്തിലൂടെയാണ് ഗാന്ധിജി ഇന്ത്യക്ക് നിസ്സഹകരണ പ്രസ്ഥാനം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്നിവ നൽകിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും തിളങ്ങുന്ന ഏടാണ് ഇവയൊക്കെയും. രണ്ടാം ലോക മഹായുദ്ധം ബ്രിട്ടീഷ് നിയന്ത്രണം ദുർബലപ്പെടുത്തിയതോടെ സ്വാതന്ത്ര്യത്തിനായുള്ള ആവശ്യം അപ്രതിരോധ്യമായി. വിവിധ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ശ്രമങ്ങളും ആഗോള ഭൂരാഷ്ട്രീയ മാറ്റങ്ങളും ചേർന്ന് ബ്രിട്ടീഷുകാരെ ഒടുവിൽ ഇന്ത്യ വിടാൻ പ്രേരിപ്പിച്ചു. സൈന്യങ്ങൾക്കെതിരായ നീണ്ട പോരാട്ടത്തിനും എണ്ണമറ്റ ചർച്ചകൾക്കും പോരാട്ടങ്ങൾക്കും ചെറുത്തുനിൽപ്പിനും ശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ സമ്മതിച്ചു. 1947 ഓഗസ്റ്റ് 15-ന് 200 വർഷത്തിലധികം നീണ്ടുനിന്ന കൊളോണിയൽ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഇന്ത്യയെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 15 ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷ് അടിച്ചമർത്തലിന്റെ അവസാനത്തെയും ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ ജനനത്തെയും അടയാളപ്പെടുത്തുന്ന ദിവസമാണ്. നീതി, സമത്വം, സ്വയം നിർണയാവകാശം എന്നിവയ്ക്കായി ഈ ദിവസം നിലകൊള്ളുന്നു. ദേശീയ തലത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പതാക ഉയർത്തൽ ചടങ്ങോടെയാണ് സ്വാതന്ത്ര്യദിനം ആരംഭിക്കുന്നത്. എല്ലാ വർഷവും ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത്. തുടർന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രസംഗം നടത്തും. സ്കൂളുകൾ, കോളേജുകൾ, വിവിധ സംഘടനകൾ എന്നിവ പതാക ഉയർത്തൽ ചടങ്ങുകൾ, സാംസ്കാരിക പരിപാടികൾ, മത്സരങ്ങൾ എന്നിവയും നടത്തുന്നു. ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനോടൊപ്പം ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ട ദിവസം കൂടിയാണ്. ചരിത്രത്തിലെ ദുഃഖകരമായ കാലഘട്ടമാണിത്. കാരണം വിഭജനം ആളുകളുടെ കുടിയിറക്കത്തിനും വർഗീയ കലാപത്തിനും കാരണമായി. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് ഭരണത്തിന്റെ അന്ത്യം കുറിച്ചെങ്കിലും ഏകീകൃതവും സമാധാനപരവുമായ ഒരു രാഷ്ട്രത്തിനായുള്ള പോരാട്ടം വളരെ കാലം തുടർന്നു. വിഭജനവും സ്വാതന്ത്ര്യവും കൈകോർത്തപ്പോൾ അക്രമവും വർഗീയ കലാപങ്ങളും ജീവഹാനിയും അതിനൊപ്പം കൈകോർത്തു. ഒരിക്കൽ പരസ്പരം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത ആളുകൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ബദ്ധവൈരികളായി മാറി. സ്വാതന്ത്ര്യത്തിനും നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സംയുക്ത സംഭാവനയാണ്. ലാലാ ലജ്പത് റായ് മുതൽ മഹാത്മാഗാന്ധി വരെയും സുഭാഷ് ചന്ദ്രബോസ് മുതൽ ഭഗത് സിംഗ് വരെയും ഇന്ത്യൻ മോചനത്തിൽ പ്രധാന പങ്ക് വഹിച്ചു.